ഗലീലിയോ ഗലീലി എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയക്കാരനാണ്. ഊർജ്ജതന്ത്രങ്ങളുടെ നവനിരീക്ഷണത്തിൻ്റെയും ഗണിതശാസ്ത്രജ്ഞങ്ങളുടെയും തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഗലീലിയോ ഗലീലിയാണ്. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതാരാണ്? ഗലീലിയോ ഗലീലിയാണ്. വ്യാഴത്തിന് 4 ഉപഗ്രഹങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ഗലീലിയോ ഗലീലി എന്ന് പറയുന്നത്. വ്യാഴം എന്ന് പറയുന്നത് ഏതാണ്? വെനസ് ആണ്. ഇനി ചന്ദ്രനിൽ പകലും നക്ഷത്രങ്ങളെ കാണാം. ചന്ദ്രനിൽ പകലും നക്ഷത്രങ്ങളെ കാണാം എന്ന് പറഞ്ഞത് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞതാണ്. ഭൂമിക്ക് അറ്റ്മോസ്ഫിയർ ഉള്ളത് എന്തുകൊണ്ടാണ്? അതിന് ഗ്രാവിറ്റി പവർ ഉള്ളത് കൊണ്ടാണ്. ഒരു ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കപ്പെടുന്നുവെങ്കിൽ പാലിക്കേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ്? ഗോളാകൃതി ഉണ്ടാകണം, അവ സൂര്യനെ വളം വയ്ക്കണം, അവയ്ക്ക് തായതും തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥങ്ങൾ ഉണ്ടായിരിക്കണം. എന്താണ് ഒരു ആകാശഗോളത്തിൽ ഗ്രഹമായി പരിഗണിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണ്ട? ഗോളാകൃതി ഉണ്ടായിരിക്കണം, അവ സൂര്യനെ വലം വയ്ക്കണം, അവയ്ക്ക് തനതായ ഒരു തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥങ്ങൾ ഉണ്ടായിരിക്കണം. ഇന്റർനാഷണൽ ആസ്ട്രോളജിക്കൽ യൂണിയൻ ഏർപ്പെടുത്തിയ ഗ്രഹങ്ങളുടെ നിബന്ധനകൾ അനുസരിക്കാത്ത ഗ്രഹങ്ങളെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഡ്രാഫ് പ്ലാനറ്റ് എന്ന് പറയും. പ്ലാനറ്റ് എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണമാണ് പ്ലൂട്ടോയ്ക്ക് എന്താണ് ഏറ്റവും കൂടുതൽ തണുപ്പ് കൂടുതലുള്ള സ്ഥലം അതാണ് പ്ലൂട്ടോ. സൂര്യന് വളരെ ദീർഘമായി പരിക്രമപഥങ്ങളിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളെയാണ് വാൽനക്ഷത്രങ്ങൾ. ഒമെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സൂര്യൻ്റെ വളരെ ദീർഘമായ പരിക്രമപഥത്തിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളെയാണ് ഒമെറ്റ് എന്ന് പറയുന്നത്. അശുദ്ധ ഹിമപർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന വാൽനക്ഷത്രങ്ങൾ സൂര്യനോട് അടുക്കുമ്പോൾ വാൽ രൂപം കൊള്ളുകയും സൂര്യപ്രഭ ഏറ്റുതിളക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഐസൻ ഹിമൻ വാൽനക്ഷത്രങ്ങൾ അവസാനം പ്രത്യക്ഷപ്പെട്ടത് 2013 ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങൾ ഉൽക്കകൾ എന്നറിയപ്പെടുന്നു. മെട്രോറോയിഡ് എന്നാണ് അറിയപ്പെടുന്നത്. കത്തിത്തീരാത്ത ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്ക അവശിഷ്ടങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? മെട്രോറോയിഡ്സ് എന്ന് പറയും. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് സൗരയൂഥം. അതാണ് സോളാർ എന്നറിയപ്പെടുന്നത്. സോളാർ ഫസ്റ്റ് കണ്ടുപിടിച്ചത് ആരാണ്? കോർപ്പസ് ആണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു യുദ്ധത്തിൽ ഉൾപ്പെടുന്ന ഗാലക്സികളെയാണ് പദങ്ങളാണ് മിൽക്ക് വേ എന്ന് പറയുന്നത്. സൗരയുദ്ധത്തിൽ ഉൾപ്പെടുന്ന ഗാലക്സികളെയാണ് മിൽക്ക് വേ എന്ന് പറയുന്നത്. ഒരു യുദ്ധത്തിലെ ജീവൻ നിലനിൽക്കുന്നതുമായി കണ്ടെത്തിയ ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. ബഹിരാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇളം നിറത്തിൽ കാണുന്നതാണ് ഭൂമി എന്ന് പറയുന്നത്. ക്ഷീരപഥം, ആകാശഗംഗ എന്ന് അറിയപ്പെടുന്ന കോടിക്കണക്കിന് ഗാലക്സികൾ പെടുന്നതാണ് പ്രപഞ്ചം എന്നറിയപ്പെടുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം തീരെ ചെറിയ ഒരു ബിന്ദുവായിരുന്നു എന്നും വലിയൊരു പൊട്ടിത്തെറിയുടെ പ്രപഞ്ചം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിച്ചതെന്നും കരുതപ്പെടുന്നു. ഇനി